അപ്പം നമുക്കിന്നൊരു പനീർ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു, പാനിൽ നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് സബോള അരിഞ്ഞ് ചേർത്തു. കനം കുറച്ചരിഞ്ഞതാണ്. അത് നമുക്കിനി വറുത്ത് കോരിയെടുക്കണം. നല്ല ബ്രൗൺ കളറാകണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് ഞാൻ കുറച്ച് പനീർ എടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് മസാല പുരട്ടി ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വറുത്ത് കോരിയതിന് ശേഷം നമുക്കതിട്ട് വറുത്തെടുക്കണം. അപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പം ഞാൻ മസാല ഇട്ട് വെച്ചിരുന്ന പനീർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആ വറുത്ത് കോരി എണ്ണയിലോട്ട് തന്നെ ഇട്ട് നമുക്കൊരു കുറച്ച് ഇതാകുന്നതം വരെ നമുക്കത് വറുത്തെടുക്കാം. രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ഇത് ചെയ്ത് വന്നാൽ മതി, മൂത്ത് വന്നേച്ചാൽ മതി. ഒത്തിരി അങ്ങ് ഇതാകണ്ട. അപ്പോൾ അത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇനിയിപ്പോൾ ആ പാത്രത്തിൽ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് രണ്ടും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് മീഡിയം ലെവലിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന സബോള അതിട്ട് കൊടുത്തു. അതിനിയൊന്ന് വഴന്ന് വരണം. വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുമെല്ലാം ഒന്ന് വഴന്ന് വരണം. വഴന്ന് വന്നപ്പോഴത്തേക്ക് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഇളക്കിയെടുക്കാം. അപ്പം അതിൻ്റെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 സ്പൂണ് തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തവിയല്ല, സ്പൂണിൻ്റെ കണക്കാണ് ഒഴിച്ചേക്കുന്നത്. ഇനി ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി അതിൻ്റെ അകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചോറ് ഞാൻ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കതിൻ്റെ അകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും കൂടെ ചോറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസാണ്. ഒരു 1.5 ഗ്ലാസ് ബസ്മതി റൈസ് ഉണ്ട്. ഇനി അത് ഇട്ടതിന് ശേഷം എൻ്റെ വെണ്ടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആ വറുത്ത് വെച്ചിരിക്കുന്ന സബോള അതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് മണ്ടയ്ക്ക്. ഇനി അതിൻ്റെ മണ്ടയ്ക്കോട്ടെ പുതിനയിലും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്കൊരു 10 മിനിറ്റ് സ്ലോയിൽ അടച്ച് വെച്ച് ഇത് ചെയ്യാം. തീ കുറച്ച് വെക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.